നമസ്കാരം. തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. അപ്രതീക്ഷിതവും മൃഗീയവുമായ വിജയമാണ് UDF നേടിയത്. ചരിത്രത്തിൽ ആദ്യമായി കൊല്ലം നഗരസഭയുടെ ഭരണം പോലും LDF നിന്ന് UDF പിടിച്ചെടുത്തു. അത് പ്രതിപക്ഷ നേതാവിൻ്റെ സാമർഥ്യം കൊണ്ടൊന്നുമല്ല, പ്രധാനമായും പിണറായി വിജയൻ്റെ സർക്കാരിനോടുള്ള ഭരണവിരുദ്ധ വികാരമാണ് തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചത്. ഇനി വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF അധികാരത്തിൽ വരാനുള്ള സാധ്യത വളരെയേറെയാണ്. UDF അധികാരത്തിലെത്തിയാൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്താൻ സാധ്യതയുള്ള 3 പേരുടെ പേരുകളാണ് കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി ഉയർന്നു കേൾക്കുന്നത്. 1 രമേശ് ചെന്നിത്തല, 2 KC വേണുഗോപാൽ, 3 VD സതീശൻ. ഈ 3 പേരുടെ പേരുകളാണ് ഉയർന്നു കേൾക്കുന്നത്. ഇക്കൂട്ടത്തിൽ താൻ മത്സരിക്കുന്നില്ല എന്നുള്ള കാര്യം KC വേണുഗോപാൽ ഉറപ്പിച്ച് വ്യക്തമാക്കിയിട്ടുണ്ട്. കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി താങ്കളുമുണ്ടോ എന്ന ചോദ്യത്തിന് വേണുഗോപാൽ പറഞ്ഞത്, ഞാൻ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയല്ലെന്ന് പലവട്ടം പറഞ്ഞിട്ടുണ്ട് എന്നാണ്. അതായത് എന്തായാലും താൻ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകാൻ ഇല്ല എന്ന്. മാത്രമല്ല, കേന്ദ്രത്തിൽ സംഘടനാ ചുമതലയുള്ള താൻ കേരളത്തിൽ പ്രവർത്തിച്ചാൽ അത് പാർട്ടിയുടെ ഏകോപനത്തെയും പ്രവർത്തനത്തെയും ബാധിക്കുമെന്നും വേണുഗോപാലിനറിയാം. മാത്രമല്ല, രാജ്യസഭാ അംഗമായിരിക്കെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചതും വേണുഗോപാലിനെതിരെ അന്ന് വലിയ വിമർശനത്തിനിടയാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ താൻ മത്സര രംഗത്തേക്കില്ലെന്നും മുഖ്യമന്ത്രിയാകാനില്ലെന്നും അടിവരയിട്ട് മലയാള മനോരമയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. ഇനി മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകാൻ അവശേഷിക്കുന്നത് 2 പേരാണ്, രമേശ് ചെന്നിത്തലയും VD സതീശനും. എന്നാൽ സതീശനുമായി ബന്ധപ്പെട്ട് നിരവധി വിവാദങ്ങളാണ് ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത്, അതും തുടർച്ചയായി. ഒരു വിവാദം കിട്ടടങ്ങുമ്പോൾ അടുത്ത വിവാദം സതീശനുണ്ടാക്കും. അതും കിട്ടടങ്ങുമ്പോൾ ഏണി വെച്ച് പിടിച്ചെങ്കിലും അതിനടുത്ത വിവാദം കൊണ്ടുവരും. ഞാൻ പറയുന്നത് വിലക്കെടുക്കണ്ട, പക്ഷേ ഈ അടുത്ത കാലത്തായി സതീശൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന അനാവശ്യ വിവാദങ്ങൾ വിലയിരുത്തിയാൽ നമുക്കത് മനസ്സിലാക്കാൻ കഴിയും. പത്രസമ്മേളനങ്ങളിൽ സതീശൻ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ, മാധ്യമപ്രവർത്തകരോട് നിരന്തരം തർക്കിക്കും. അവരെ കാര്യം പറഞ്ഞു മനസ്സിലാക്കാനോ നയപരമായി അവരോട് കാര്യങ്ങൾ വിശദീകരിക്കാനോ ഉള്ള ശേഷിയും ക്ഷമയും അദ്ദേഹത്തിനില്ല. ഇനി സതീശനുള്ള ഒരു പ്രശ്നം സംസ്ഥാന നേതൃത്വവുമായി അദ്ദേഹം ഒത്തുപോകില്ല എന്നുള്ളതാണ്. മുമ്പ് K സുധാകരൻ KPCC അധ്യക്ഷനായിരുന്നപ്പോൾ അദ്ദേഹത്തിനോടായിരുന്നു. അതിനുശേഷം സണ്ണി ജോസഫ് വന്നു. സണ്ണി ജോസഫിനോടും ഇതേപോലെ തന്നെ പല അവസരങ്ങളിലും നേതൃത്വവുമായി തർക്കത്തിലേർപ്പെടുന്ന സതീശനെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. നേതൃത്വത്തെ അനുസരിക്കാൻ താൻ തയ്യാറല്ല എന്നുള്ള മനോഭാവമാണ് സതീശന്. അങ്ങനെ അനുസരിക്കുന്നത് എന്തോ വലിയ കുറച്ചിലായി അദ്ദേഹം കാണുന്നു. ഇനിയുള്ള സതീശൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, അദ്ദേഹം ഘടകകക്ഷികളുമായി ചേർന്ന് പോകില്ല എന്നുള്ളതാണ്. അതിൻ്റെ ഒരു ഉദാഹരണമാണ് PV അൻവറുമായിട്ടുള്ള പോര്. സതീശൻ്റെ ഒരൊറ്റ നിർബന്ധം കൊണ്ടാണ് നിലമ്പൂരിൽ അൻവറിനെ UDF എടുക്കാതിരുന്നത്. മുമ്പെങ്ങോ അൻവർ വിമർശിച്ചതിൻ്റെ പകയായിരുന്നു സതീശൻ. അൻവർ ഒരു വായ പോയ കോടാലിയാണെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. എങ്കിലും പിണറായി വിജയനെ താഴെയിറക്കി അടുത്ത തവണ അധികാരം പിടിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളായിരുന്നുവെങ്കിൽ അൻവറിനെ അന്നേ തന്നെ കൂടെ കൂട്ടുമായിരുന്നു സതീശൻ. ഒരു പൊതുശത്രുവിനെ ഉന്മൂലനം ചെയ്യാൻ പലരെയും കൂട്ടുപിടിക്കണമെന്നിരിക്കും. പക്ഷേ ആ തന്ത്രം സതീശന് അറിയാത്തത് കൊണ്ടായിരിക്കാം. സതീശന് അദ്ദേഹത്തിൻ്റെ വാശിയായിരുന്നു വലുത്. നിലമ്പൂരിൽ 5 ഇടങ്ങളിൽ PV അൻവർ തൃണമൂൽ സ്ഥാനാർത്ഥികളെ മത്സരിപ്പിച്ചു. UDF പ്രവേശനം നിഷേധിച്ചതുകൊണ്ടാണ് അൻവർ സ്വതന്ത്ര സ്ഥാനാർത്ഥികളെ നിർത്തി മത്സരിപ്പിച്ചത്. അൻവറിനെ കൂടെ നിർത്തിയിരുന്നുവെങ്കിൽ UDF ഭൂരിപക്ഷം വർദ്ധിക്കുമായിരുന്നു. പക്ഷേ അത് ചെയ്തില്ല. അന്ന് അൻവർ ഉയർത്തിയ ചോദ്യം PV അൻവറിനെ ഒതുക്കാനാണോ അതോ പിണറായി വിജയനെ ഒതുക്കാനാണോ VD സതീശൻ ഉദ്ദേശിക്കുന്നത് എന്നായിരുന്നു. സതീശനുമായി തനിക്ക് യാതൊരു പ്രശ്നവുമില്ലെന്നും തന്നെ UDF എടുക്കാൻ തടസ്സം നിൽക്കുന്നതിന് പിന്നിൽ എന്തോ ഗൂഢലക്ഷ്യമുണ്ടെന്നും അൻവർ അന്ന് തുറന്നടിച്ചിരുന്നു. പിന്നീട് തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം അൻവറിനെ UDF എടുക്കേണ്ടി വരികയും ചെയ്തു. പിന്നീട് സതീശൻ പറഞ്ഞത് കേരളത്തിൽ വിസ്മയമുണ്ടാകും എന്നാണ്. അത് കേരള കോൺഗ്രസ് UDF വരുമെന്ന് ഉദ്ദേശിച്ചിട്ടാണ്. പക്ഷേ പിണറായി വിജയൻ വിരട്ടിയപ്പോൾ ജോസ് കെ മാണി നിലപാട് മാറ്റി. തൽഫലമായി സതീശൻ ചമ്മുകയും ചെയ്തു. വിസ്മയം പോയിട്ട് ഒരു ചെറിയ ഞെട്ടൽ പോലും ഉണ്ടായില്ല. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ജമാഅത്തെ ഇസ്ലാമിയെ സുഖിപ്പിക്കാൻ സതീശൻ നടത്തിയ ശ്രമവും തിരിച്ചടിയായി. ജമാഅത്തെ ഇസ്ലാമി മതരാഷ്ട്രവാദം ഉപേക്ഷിച്ചെന്നും അവരുടെ പഴയ ആശയങ്ങളൊക്കെ അവർ ഉപേക്ഷിച്ചെന്നുമൊക്കെയായിരുന്നു സതീശൻ്റെ വാദം. എന്നാൽ മുസ്ലിം സംഘടനകൾ പോലും സതീശൻ്റെ ഈ വാദത്തെ തള്ളിക്കളഞ്ഞു. ഇത് UDF വലിയ തിരിച്ചടിയാകുകയും ചെയ്തു. അവിടം കൊണ്ട് തീർന്നില്ല. പിന്നീട് വെള്ളാപ്പള്ളിയുടെ നേർക്കായി സതീശൻ്റെ കുതിരകയറ്റം. കാര്യം വെള്ളാപ്പള്ളി ലക്കും ലഗാനുമില്ലാത്ത ഒരാളാണ്. മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വാഹനത്തിൽ വെള്ളാപ്പള്ളിയെ കയറ്റിയതിനെക്കുറിച്ച് ആവർത്തിച്ചാണ് സതീശൻ പറഞ്ഞുകൊണ്ടിരുന്നത്. ഒരു തവണ പറയുന്നതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പലതവണ പറയുമ്പോൾ കേൾക്കുന്നവർക്ക് അത് ദഹിക്കില്ല. യഥാർത്ഥത്തിൽ വെള്ളാപ്പള്ളിയെ പ്രകോപിപ്പിക്കുകയാണ് സതീശൻ ചെയ്തത്. ഈ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുമ്പോൾ എങ്ങനെയെങ്കിലും സമുദായ നേതാക്കളെയൊക്കെ ഒത്തൊരുമിപ്പിച്ച് കൊണ്ടുപോകാൻ ശ്രമിക്കുകയാണ് ഏത് രാഷ്ട്രീയ നേതാവും ചെയ്യുന്നത്. എന്നാൽ സതീശൻ ചെയ്തത് അതല്ല. വെള്ളാപ്പള്ളിയെ പരമാവധി പ്രകോപിപ്പിച്ചു. അത് വെള്ളാപ്പള്ളിയും NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായരും ഒന്നിക്കാനുള്ള ഒരു ചാലകമാവുകയും ചെയ്തു. ഇവർ 2 പേരും ഇടഞ്ഞു നിൽക്കുകയായിരുന്നു എന്നുകൂടി ഓർക്കണം.
അവിടെയാണ് സതീശൻ്റെ ഈ ഒരു പ്രസ്താവന ഇവർ തമ്മിൽ ഒന്നിക്കാൻ കാരണമായത്. കേരള മുസ്ലിം ജമാഅത്തിൻ്റെ നേതൃത്വത്തിൽ നടന്ന കേരള യാത്രയുടെ സമാപന വേദിയിൽ സതീശൻ നടത്തിയ പ്രസംഗത്തെ അതേ വേദിയിൽ വെച്ച് കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ തള്ളിക്കളഞ്ഞു. രാഷ്ട്രീയ സമ്മേളനമല്ല നടക്കുന്നതെന്നും പ്രത്യേക രാഷ്ട്രീയം തങ്ങൾക്കില്ലെന്നും സാഹോദര്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും പേരിലുള്ള സംഗമത്തെ രാഷ്ട്രീയ മുതലെടുപ്പിനുള്ള വേദിയായി കാണരുത് എന്നുമാണ് കാന്തപുരം സതീശനെയും കൂടി വേദിയിൽ ഇരുത്തിക്കൊണ്ട് പറഞ്ഞത്. വർഗീയതയ്ക്കെതിരെയാണ് തൻ്റെ നിലപാടെന്നാണ് സതീശൻ പറയുന്നത്. പക്ഷേ ജമാഅത്തെ ഇസ്ലാമിയെ ന്യായീകരിക്കുകയും ചെയ്യുന്നു. ഇതിലെവിടെയാണ് വർഗീയതയ്ക്കെതിരെയുള്ള നിലപാട്? പറയുന്നതൊന്ന്, ചെയ്യുന്നത് വേറൊന്ന്. സിനഡ് സമ്മേളനം നടക്കുന്നതിനിടയിൽ കത്തോലിക്ക സഭ ആസ്ഥാനത്ത് ബിഷപ്പുമാരുമായി രഹസ്യ കൂടിക്കാഴ്ച നടത്തിയ ആളാണ് ഈ കഴിഞ്ഞ ആഴ്ചയാണ് നടത്തിയത് ഈ സതീശൻ. തൻ്റെ ഔദ്യോഗിക വാഹനം ഉപേക്ഷിച്ച് സ്വകാര്യ വാഹനത്തിലാണ് അദ്ദേഹം ബിഷപ്പുമാരെ കാണാൻ തലയിൽ മുണ്ടിട്ട് രാത്രി പോയത്. യഥാർത്ഥത്തിൽ വർഗീയതയ്ക്കെതിരെയല്ല സതീശൻ്റെ നിലപാട്, വ്യക്തിഗതമായിട്ടാണ് അദ്ദേഹത്തിൻ്റെ നിലപാട്. വെള്ളാപ്പള്ളി വ്യക്തിപരമായി സതീശനെതിരെ ആരോപണം ഉന്നയിച്ചു. സതീശൻ അതിന് പകരം വീട്ടിയത് വെള്ളാപ്പള്ളിക്കെതിരെ വ്യക്തിപരമായി പലതവണ പറഞ്ഞുകൊണ്ടാണ്, വെള്ളാപ്പള്ളിയെ വ്യക്തിപരമായി ആക്രമിച്ചുകൊണ്ടാണ്. ദീർഘവീക്ഷണമുള്ള ഒരു നേതാവായിരുന്നെങ്കിൽ ഒരിക്കലും സതീശൻ ഇങ്ങനെ പറയില്ലായിരുന്നു. മുസ്ലിം ലീഗ് പോലും വെള്ളാപ്പള്ളിക്ക് മറുപടി കൊടുക്കുന്നത് സംയമനം പാലിച്ചാണ്. ആ സംയമനം പോലും സതീശൻ കാണിച്ചില്ല. ഇന്നലെ സുകുമാരൻ നായർ പറഞ്ഞതോ തെരഞ്ഞെടുപ്പ് സമയത്ത് സമുദായ സംഘടനകളുടെ തിണ്ണ നിരങ്ങിയ ആളാണ് സതീശൻ എന്നാണ്. ഇനി മറുഭാഗത്ത് രമേശ് ചെന്നിത്തലയെ എടുത്തു നോക്കൂ. എപ്പോഴെങ്കിലും രമേശ് ചെന്നിത്തലയെ മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രകോപിതനായി ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇല്ല. അദ്ദേഹം മാധ്യമപ്രവർത്തകർക്ക് വളരെ സംയമനത്തോടെയാണ് മറുപടി കൊടുക്കാറുള്ളത്. അത് എത്ര പ്രകോപനപരമായ ചോദ്യങ്ങളാണെങ്കിൽ പോലും. ഇനി ഘടകകക്ഷികളുമായിട്ടൊക്കെ നല്ല ബന്ധത്തിലാണ് രമേശ് ചെന്നിത്തല. സുധാകരനായാലും സണ്ണി ജോസഫ് ആയാലും ഒക്കെ രമേശ് ചെന്നിത്തലയുമായി നല്ല ബന്ധത്തിലാണ്. കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി ചെന്നിത്തലയ്ക്ക് യാതൊരു സ്ഥാനവുമില്ല. പക്ഷേ അദ്ദേഹം വളരെ അച്ചടക്കത്തോടെ തൻ്റെ പ്രവർത്തനങ്ങൾ ചെയ്യുന്നു. ഒരു വിവാദവും ഉണ്ടാക്കിയതുമില്ല. സ്ഥാനമാനങ്ങൾ കിട്ടിയില്ലെന്ന് പറഞ്ഞ് അതൃപ്തി കാണിച്ചില്ല. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള കേസ് ഒരു വഴിത്തിരിവിലെത്തിയത് ഈ കേസിന് അന്താരാഷ്ട്ര ബന്ധമുണ്ടെന്നുള്ള രമേശ് ചെന്നിത്തലയുടെ വെളിപ്പെടുത്തലോടെയാണ്. വേറെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവായിരുന്നെങ്കിലോ അന്താരാഷ്ട്ര ബന്ധമുള്ള വമ്പന്മാരോടൊക്കെ ഏറ്റുമുട്ടേണ്ട എന്ന് കരുതി മിണ്ടാതിരിക്കും. പക്ഷേ രമേശ് ചെന്നിത്തല അതല്ല ചെയ്തത്. സുകുമാരൻ നായർ ഇന്നലെ പറഞ്ഞത് ചെന്നിത്തലയ്ക്ക് കോൺഗ്രസിലുള്ള പാരമ്പര്യം ആർക്കുമില്ലെന്നും മുഖ്യമന്ത്രിയാകാൻ അദ്ദേഹത്തിനുള്ള യോഗ്യത മറ്റാർക്കുമില്ല എന്നുമാണ്. ഇനി പിണറായി വിജയന് എത്രയോ കേസുകളിൽ രമേശ് ചെന്നിത്തല മുട്ടുകുത്തിച്ചു. സ്പ്രിംഗ്ലർ, ബ്രൂവറി ഡിസ്റ്റിലറി ഇടപാട്, പമ്പ മണൽക്കടത്ത്, ഇ മൊബിലിറ്റി, AI ക്യാമറ, അങ്ങനെ എത്രയോ അഴിമതികൾ കണ്ടെത്തുകയും അത് പുറത്തു കൊണ്ടുവരികയും ചെയ്ത നേതാവാണ് രമേശ് ചെന്നിത്തല. എന്നാൽ സതീശൻ പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ ഒരു ചുക്കും ചുണ്ണാമ്പും ഇതുവരെ ചെയ്തിട്ടില്ല. രമേശ് ചെന്നിത്തലയെ പ്രതിപക്ഷ നേതൃസ്ഥാനത്തു നിന്നും മാറ്റി ആ സ്ഥാനത്ത് കയറിയിരുന്നപ്പോൾ എന്തൊക്കെയോ മലമറിക്കുമെന്നായിരുന്നു സതീശൻ അന്ന് പറഞ്ഞത്. പിണറായി സർക്കാരിനെ മുട്ടുകുത്തിക്കാൻ പറ്റിയ എത്രയോ അഴിമതികൾ ഉണ്ടായി സതീശൻ പ്രതിപക്ഷ നേതാവായതിൽ പിന്നെ. ഏതെങ്കിലും ഒരു കേസുമായി ഹൈക്കോടതിയെ സമീപിച്ചോ? ഇല്ല. എന്നാൽ ചെന്നിത്തലയോ എത്രയോ കേസുകളിൽ സർക്കാരിനെതിരെ കോടതിയെ സമീപിച്ചു, എത്രയോ കേസുകളിൽ സർക്കാരിനെ മുട്ടുകുത്തിച്ചു. എന്നും പിണറായി വിജയൻ്റെ ഒരു ആജ്ഞാനുവർത്തിയെപ്പോലെയാണ് സതീശൻ പ്രവർത്തിച്ചത്. ഇനി അതുണ്ടാവാൻ പാടില്ല. ഉണ്ടായാൽ അത് നാടിൻ്റെ നാശമാണ്. മുഖ്യമന്ത്രിയാകാൻ കുപ്പായം തയ്പ്പിച്ചു വെച്ചിരിക്കുന്ന സതീശൻ മുഖ്യമന്ത്രി ആയാൽ അത് പിണറായി വിജയൻ്റെ പ്രതിബിംബമാകും എന്നുറപ്പാണ്. ഇപ്പോൾ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പൊതുസമൂഹം കാണുന്നത് രമേശ് ചെന്നിത്തലയെ മാത്രമാണ്. അത് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തെയും പെരുമാറ്റത്തെയും വിലയിരുത്തിയാണ്. രമേശ് ചെന്നിത്തലയെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കാട്ടി UDF തെരഞ്ഞെടുപ്പിനെ നേരിടണമെന്നാണ് കഴിഞ്ഞ 10 കൊല്ലം കൊണ്ട് പിണറായി വിജയൻ്റെ കിരാതഭരണത്തിൻ്റെ പ്രത്യാഘാതം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കേരളത്തിൽ ജീവിക്കുന്ന ഒരാൾ എന്ന നിലയ്ക്ക് എനിക്ക് പറയാനുള്ളത്.